എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് മാല കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, മാല കെട്ടാനായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തുളസി മാല കെട്ടുന്നത്. രണ്ട് രീതിയിൽ എനിക്ക് കെട്ടാനായിട്ട് അറിയാം. നൂല് വെച്ചിട്ടും അറിയാം, ഈ ഒരു രീതിയിലും അറിയാം. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഈ ഒരു രീതിയിൽ കെട്ടുമ്പോഴാണ്. കാരണം ഭയങ്കര ടൈറ്റായിട്ടിരിക്കും, ഭയങ്കര കട്ടിയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വാഴനാരെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കണം. കാരണം നല്ല രീതിയിൽ അതിൻ്റെ കട്ടിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പിച്ചാത്തി വെച്ചിട്ട്, കത്തി വെച്ചിട്ട്, നിങ്ങളുടെ നാട്ടിൽ കത്തി എന്നാണ് പറയാം, ഞങ്ങളുടെ പിച്ചാത്തി എന്ന് പറയാം, കത്തി വെച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് നടുകെ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു കെട്ടിടുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിട്ടതിന് ശേഷം രണ്ട് സൈഡിലേക്കും തുളസിയില വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ പിരിച്ചെടുക്കുക. അപ്പോൾ പിരിച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും തുളസിയില വയ്ക്കുന്നു, അങ്ങനെ തന്നെ ടൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നില്ല എങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. മനസ്സിലായോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെയും ഒന്നുകൂടെ നല്ലതുപോലെ വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ വീണ്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസിൽ വാഴനാരായിരിക്കുമല്ലോ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് വേണം. ഞാൻ എങ്ങനെയാണ് കെട്ടുന്നത്, രണ്ടായിട്ട് കെട്ടും. രണ്ടായിട്ട് കെട്ടിയ ശേഷം ഇതെല്ലാം കൂടി കൂട്ടി ജോയിൻ ചെയ്താണ് വലിയ മാലയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക, ടൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുക. മനസ്സിലായോ? അതായത് നമ്മളൊരു മീഡിയം സൈസിലുള്ള ഒരു വാഴനാരായിരിക്കും എടുക്കുക. ആ വാഴനാരിൽ നമുക്ക് വലിയൊരു മാല കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസാക്കി നമ്മളിങ്ങനെ കെട്ടിയതിന് ശേഷം ലാസ്റ്റ് ഇതേപോലെ നമ്മൾ വലിയ മാലയാക്കി എടുക്കും. അപ്പോൾ അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത ശേഷം കത്തി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വേറെങ്ങും കൊണ്ട് മുറിഞ്ഞു പോവാതെ നമ്മളത് മുറിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നല്ല കട്ടിയുള്ളൊരു മാല കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കട്ടിയുള്ള മാല കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ചെയ്യുക കേട്ടോ. നല്ല കട്ടിയുള്ള നല്ല ഭംഗിയുള്ള മാല കൃഷ്ണന് ഇത് ചാർത്തുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ നാളെ ഏകാദശിയായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാല കെട്ടി ചാർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.